നമുക്കൊരു ഹിഡൻ സ്പോട്ടിലേക്ക് പോയാലോ? ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ച ഹിഡൻ സ്പോട്ടൊന്നും അല്ല കേട്ടോ. കുറേ വീഡിയോസിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരി എന്നാൽ പോയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ്. ഞങ്ങൾ ആദ്യം കടമക്കുടി പോകാനാട്ടോ പ്ലാൻ ചെയ്തത്. പക്ഷേ കടമക്കുടി പോകുന്ന ഈ മഴയത്ത് അത്ര നല്ലതല്ലാത്തതുകൊണ്ടും കുറച്ച് ദൂരം കൂടുതൽ ഞങ്ങൾക്കുള്ളതുകൊണ്ടും ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റി വിട്ടത് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇതൊരു അമ്പലത്തിനോട് ചേർന്ന് നടക്കുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ. ഭയങ്കര ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല. നല്ല കാം ആൻഡ് ക്വൈറ്റ് ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. ആൻഡ് വെള്ളമാണെങ്കിലും വെള്ളച്ചാട്ടത്തിൻ്റെതാണെങ്കിലും ഒരുപാട് ആഴോ കാര്യങ്ങളൊന്നുമില്ല. ഉള്ളിൽ കൂടെ നടക്കാനും ഒക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നനയ്ക്കണം എന്നുള്ള അല്ലെങ്കിൽ കുളിക്കണം എന്നുള്ളൊരു ഇതിലൊന്നല്ല പോയത്. അതുകൊണ്ട് ഞങ്ങൾ സ്പെയർ ഡ്രസ്സോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി ചെന്നാണ് ഇതെല്ലാം മാറ്റി മറിച്ചത്. സംഭവം എന്താ ഇതാണ്, വെള്ളം ഒഴുകി വരുന്ന സ്ഥലമുണ്ടല്ലോ. അങ്ങനെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരാൾ പോയതാണ്. പുറകെ എല്ലാവരും പോയി ഉള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് തിരിച്ച് വന്നത് അതിങ്ങനെയാണ്. എന്തായാലും നനഞ്ഞു പോയി ഇനിയിപ്പോൾ കുളിച്ചിട്ട് കയറാമെന്ന് വെച്ചുകൊണ്ട് പിന്നെ വെള്ളത്തിൽ ഫുൾ കളിയായിരുന്നു എല്ലാവരും കൂടെ. ഇതിൽ നനയാതിരുന്ന ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, കാരണം നല്ല തലവേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഇവർക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് കൊടുത്ത് സൈഡിൽ നിൽക്കുമായിരുന്നു. പിന്നെ ഇവരൊക്കെ കൂടെ എന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ചു, തലവേദന ഉണ്ടെങ്കിൽ തല നനയ്ക്കുന്നതാണ് നല്ലത്, കുളിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു വെള്ളത്തിൽ മുക്കിയെടുത്തു. ആൻഡ് അറ്റ് ലാസ്റ്റ് തലവേദന പോയില്ല, പക്ഷേ കുറച്ച് കുറവുണ്ടായിരുന്നു, നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ സ്ഥലം അറിയണമെങ്കിൽ ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു അമ്പലത്തിനോട് ചേർന്നൊരു കുഞ്ഞ് വെള്ളച്ചാട്ടമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഒരു കട്ടൻ ചായയും പരിപ്പോടെയൊക്കെ കഴിച്ചു. ആൻഡ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം നമുക്ക്. ബൈ ബൈ.